പരിചയമില്ലാത്ത സ്ഥലത്ത് നാട്ടുകാരോട് വഴി ചോദിച്ച് പോകുന്നതായിരുന്നു പഴയ ശീലം. ഗൂഗിൾ മാപ്പ് വന്നതോടെ മുഖതാവിലുള്ള അന്വേഷണത്തിന് പകരം മൊബൈലിലോ വാഹനത്തിൻ്റെ ഡിസ്പ്ലേ സ്ക്രീനിലോ ഗൂഗിൾ ഭൂപടം നോക്കി പോകുന്നതാണ് ഇപ്പോൾ പതിവ്. ആ പതിവ് കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിച്ച് വാഹനമോടിച്ച് തോട്ടിലും പുഴയിലുമൊക്കെ വീണ് അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. ഒരു സ്ഥലത്തെത്തുവാൻ ഏറ്റവും ദൂരക്കുറവുള്ളതും സൗകര്യപ്രദവുമായ പാത നിർദ്ദേശിക്കുകയാണ് ഗൂഗിൾ മാപ്പിൻ്റെ ദൗത്യമെന്ന് മറക്കരുത്. ആ യാത്രയുടെ സുരക്ഷിതത്വം യാത്രക്കാരൻ്റെ സ്വന്തം ഉത്തരവാദിത്തമാണ്. തോട്ടിലോ നദിയിലോ വെള്ളം പൊങ്ങുന്നതിനെ തുടർന്ന് അതിനരികിലൂടെയുള്ള പാതയിലെ ഗതാഗത മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് തടയുകയും തൽക്കാലം വാഹനങ്ങൾ മറ്റൊരു വഴി തിരിച്ചുവിടുകയും ചെയ്യുന്നത് പതിവാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ഇതൊന്നും അറിയാതെ രാത്രിയിൽ അതുവഴി കാറിലും മറ്റും ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ച് വഴി കണ്ടുപിടിച്ച് വരുന്നവരാണ് കെണിയിലകപ്പെടുന്നത്. ഇങ്ങനെ അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ വഴി തടസ്സമോ അപകട സാധ്യതയോ രൂപപ്പെടുമ്പോൾ അവിടെ ഒരു ബാരിക്കേഡോ ചുരുങ്ങിയതൊരു മുന്നറിയിപ്പ് ബോർഡോ ഉണ്ടെങ്കിൽ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമോ? ദേശീയപാതയിൽ മാത്രമല്ല, സംസ്ഥാന പാതകളിലും ഗ്രാമീണ പാതകളിൽ പോലും മുന്നറിയിപ്പുകളില്ലാതെ വഴിതിരിക്കലുകൾ പതിവാണ്. തൊട്ടു മുന്നിൽ മഴയിൽ ഒരു പാതാളക്കുഴി രൂപപ്പെട്ടതാകാം, റോഡ് ഇടിഞ്ഞ് തോട്ടിലേക്ക് വീണതാകാം, വഴിയിലേക്ക് മണ്ണിടിഞ്ഞ് വീണതാകാം. ഇങ്ങനെ പലതാണ് യാത്രാ തടസ്സത്തിന് ഇടയാക്കുന്ന പ്രാദേശിക കെടുതികൾ. ഇവിടങ്ങളിൽ സ്വീകരിക്കേണ്ട യാത്രാദിശ വ്യക്തമാക്കുന്നതും അപകട സാധ്യതാ മുന്നറിയിപ്പ് നൽകുന്നതുമായ ബോർഡുകൾ സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. നിർഭാഗ്യവശാൽ അങ്ങനെയൊരു സംവിധാനമോ ജാഗ്രതയോ നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കില്ല. ഇക്കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെ കോട്ടയം കുറുപ്പന്തറയ്ക്കടുത്താണ് ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ച് ആലപ്പുഴയ്ക്കുള്ള വഴി തപ്പി വന്ന 4-അംഗ ഹൈദരാബാദ് സംഘത്തിൻ്റെ കാർ അബദ്ധത്തിൽ കനാലിൽ വീണത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികളാണ് രക്ഷകരായത്. ഇടത്തേക്ക് തിരിയാനുള്ള ഗൂഗിൾ സന്ദേശത്തെ പൂർണ്ണമായി വിശ്വസിച്ച് അപകട സാഹചര്യം അറിയാതെ ഡ്രൈവർ വാഹനം തിരിച്ചതായിരുന്നു കാരണം. ഇടത്തേക്ക് തിരിയുന്നത് നിരോധിച്ച് രാത്രിയിലും കാണാൻ പാകത്തിൽ അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ഡ്രൈവർ അത് ശ്രദ്ധിച്ചേനെ. സ്ഥലങ്ങൾ കാണാനും വിവാഹ സൽക്കാരങ്ങളിലും മറ്റും പങ്കെടുക്കുവാനായി ദിവസവും നിരവധി അന്യസംസ്ഥാനക്കാർ കേരളത്തിലെ എവിടെയും വന്നു പോകാറുണ്ട്. ഇത്തരം മുന്നറിയിപ്പ് ബോർഡുകൾ മലയാളത്തിൽ മാത്രമായാൽ പോരാ, ഇംഗ്ലീഷിലും കൂടി വേണം. മുന്നറിയിപ്പ് ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിനും അപ്രതീക്ഷിത അപകട സാഹചര്യങ്ങളിൽ പ്രാദേശിക തലത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ റോഡ് സേഫ്റ്റി സെല്ലുകൾ രൂപീകരിക്കണമെന്നാണ് റോഡ് സുരക്ഷാ വിദഗ്ധരുടെ നിർദ്ദേശം. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ കൺവീനർമാരാകുന്ന ഇത്തരം സെല്ലുകളിൽ വാർഡ് അംഗങ്ങളെയും എഞ്ചിനീയർമാരും ഓവർസിയർമാരും മറ്റ് സാങ്കേതിക വിദഗ്ധരും പൊതുപ്രവർത്തകരും സന്നദ്ധരായ വിദ്യാർത്ഥികൾ വരെ അംഗങ്ങളാകണം. ഇവർക്ക് ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാം. സംസ്ഥാനത്ത് മൺസൂൺ ആരംഭിക്കാനിരിക്കെ വെള്ളക്കെട്ടും പ്രളയസാധ്യതയും നദികളിലെ ജലനിരപ്പ് ഉയരുന്നതുമൊക്കെ മുന്നിൽ കണ്ട് പ്രാദേശിക റോഡ് സുരക്ഷാ സെല്ലുകളുടെ രൂപീകരണം വേഗത്തിലാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കണം.